ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷാണ് എക്സാം. അപ്പോൾ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുന്നത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ മുന്നത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആക്ടിവിറ്റി 1 റീഡിങ് കംപ്രഹെൻഷൻ. അപ്പോൾ എന്താണ്, ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. റീഡ് ദ പോം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അപ്പോൾ പോം വായിക്കുക, ദെൻ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. അപ്പോൾ എന്താണ് പോം നമുക്ക് വായിച്ച് നോക്കാം. എ scarecrow's job is a busy one. He makes the bird fly away. He keeps them from the plants that grow in the sun all day. The scarecrow keeps very busy as he works through day and night. He enjoys the sight and sounds. He makes him feel just right. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോം. ഇനി താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസിനൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. So first question, he makes the bird fly away. Who is the he referred to? അപ്പോൾ he makes the bird fly away എന്ന് പറയുന്നുണ്ട്. ഇവിടെ he എന്ന് റെഫർ ചെയ്യുന്നത് ആരിനെയാണ്? കൗസ്, സ്കെയർക്രോസ്, ക്രോസ്. ആരിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്? സ്കെയർക്രോസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ജോബ് ഓഫ് ദ സ്കെയർക്രോ? സ്കെയർക്രോൻ്റെ ജോലി എന്താണ് ഈ വരുന്ന ബേർഡ്സിനെയൊക്കെ പറത്തിവിടുക. ഇറ്റ് മേക്സ് ദ ബേർഡ് ഫ്ലൈ അവേ. അപ്പോൾ അതാണ് നമ്മുടെ സ്കെയർക്രോൻ്റെ ജോലി. ഇനി മൂന്നാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. ഈ പോമിൽ നിന്ന് ഏതെങ്കിലും 2 pairs റൈമിംഗ് വേർഡ്സ് ചെയ്താൽ എവേ ഡേ ഫൗണ്ട് അറൗണ്ട്. ഈ നാലാമത്തെ, വിച്ച് ലൈൻ സേസ് ദാറ്റ് ദ സ്കെയർക്രോസ് ഈസ് ഹാർഡ് വർക്കിംഗ്. അപ്പോൾ സ്കെയർക്രോ നല്ല ഹാർഡ് വർക്കിംഗ് ആണ് എന്ന് പറയുന്ന ലൈന് ഏതാണ്? ഹി വർക്ക്സ് ത്രൂ ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്. റീഅറേഞ്ച് ദ സെൻറ്റൻസ് ടു മേക്ക് എ മീനിങ്ഫുൾ സ്റ്റോറി. അപ്പോൾ എന്താണ്, സെൻറ്റൻസ് റീഅറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇൻ ദ ലെറ്റർ ദ ബുക്ക് ഓഫ് നേച്ചർ, ജവഹർലാൽ നെഹ്റു ടെൽസ് ദ സ്റ്റോറി ഓഫ് എ പെബിൾ. അപ്പോൾ എന്താണ് നമുക്ക് പഠിക്കാനുള്ള ലെസൺ ആയിട്ടുള്ള ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ലെസണിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പെബിളിൻ്റെ സ്റ്റോറി പറയുന്നുണ്ട്. അപ്പോൾ അതിലെ മെയിൻ ഇവൻറ്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ജംബിൾഡ് ഓർഡറാണ്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ഓർഡറിലാക്കണം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. By rolling and rolling, its edges had worn away and it was made smooth and shiny. Once upon a time, the stone was a bit of a rock with edges and corners. Thus, it became a pebble. The rain washed it down to the little valley and finally reached a river. It rested on some mountainside. Okay, അപ്പോൾ ഇതിൽ ആദ്യം ഏതാ വരിക? Once upon a time, the stone was a bit of a rock with edges and corners. അപ്പോൾ ആദ്യ സമയങ്ങളിൽ ഈ സ്റ്റോൺ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു റോക്കായിരുന്നു. എഡ്ജസും കോർണേഴ്സും ഒക്കെ ഉള്ള ഒരു റോക്കായിരുന്നു. then അത് പിന്നെ എന്താ സംഭവിച്ചത്? ഇറ്റ് റെസ്റ്റഡ് ഓൺ സം മൗണ്ടെയിൻ സൈഡ്. അതിങ്ങനെ മൗണ്ടെയിൻ സൈഡിലൊക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്തു. പിന്നെ എന്താ ഉണ്ടായേ? ദ റെയിൻ വാഷ്ഡ് ഇറ്റ് ഡൗൺ ടു ദ ലിറ്റിൽ വാലി ആൻഡ് ഫൈനലി റീച്ച്ഡ് എ റിവർ. അപ്പോൾ മഴ പെയ്തപ്പോൾ അത് എന്ത് ചെയ്തു? അത് ലിറ്റിൽ വാലിക്ക് വന്ന് അവസാനം അതൊരു റിവറിലേക്ക് എത്തി. ഓക്കെ, ഇനി എന്താ വരിക? ബൈ റോളിങ് ആൻഡ് റോളിങ് its edges had worn away and it was made smooth and shiny. അപ്പോൾ അതിങ്ങനെ ഉരുണ്ട് വരുമ്പോൾ എന്താണ്? അതിൻ്റെ എഡ്ജസ് ഒക്കെ ഇങ്ങനെ സ്മൂത്ത് ആവാനായി, എഡ്ജസൊക്കെ പോയി എഡ്ജസൊക്കെ ഇങ്ങനെ സ്മൂത്തും ഷൈനി ആവാനായിട്ട് മാറി. thus it became a pebble. അങ്ങനെ അതെന്തായി? അങ്ങനെ അതൊരു പെബിളായി. ഓക്കെ, then ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. ദ എക്കോ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ ഓൺ ദ ടോപ്പിക് സേവ് വാട്ടർ. അപ്പോൾ എന്താണ്, നമ്മുടെ സ്കൂളിലെ എക്കോ ക്ലബ്ബ് എന്ത് ചെയ്തു? ഒരു പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സേവ് വാട്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രിപ്പയർ എ പോസ്റ്റർ ഫോർ ദ കോമ്പറ്റീഷൻ ഇൻക്ലൂഡിങ് ഹെഡിങ്, ക്യാപ്ഷൻ ആൻഡ് മെസ്സേജ് ഇൻ യുവർ പോസ്റ്റർ. അപ്പോൾ എന്ത് ചെയ്യണം കൂട്ടുകാർ? ഒരു പോസ്റ്റർ തയ്യാറാക്കി
തയ്യാറാക്കണം. അത് കൂട്ടുകാർക്കുള്ള ആക്ടിവിറ്റിയാണ്. പോസ്റ്റർ തയ്യാറാക്കാൻ നമുക്കറിയാം. അപ്പോൾ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് ക്യാപ്ഷനൊക്കെ കൊടുത്ത് നല്ല കളർഫുള്ളായി ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല കോട്ട്സൊക്കെ കൊടുത്ത് സേവ് എവറി ഡ്രോപ്പ്, അതുപോലെ അവർ വേൾഡ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്, അങ്ങനെ വെള്ളത്തിനെ കുറിച്ചിട്ട് വാട്ടർ ഈസ് പ്രഷ്യസ്, അങ്ങനെ വെള്ളത്തിനെ കുറിച്ചിട്ടുള്ള സേവ് വാട്ടർ, അങ്ങനെ കോട്ട്സൊക്കെ കൊടുത്തിട്ട് ഒരു കളർഫുൾ ആയിട്ടുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ് എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. അപ്പോൾ ഒരു പാസേജ് തന്നിട്ടുണ്ട്, ആ പാസേജ് എഡിറ്റ് ചെയ്യാനാണ് അടുത്ത ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. when it became the owner in a tiny little piece of this wide earth, I feel very happy. It was a 2-acre plot with coconut palm and an old house where live could be. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാസേജ്. അപ്പോൾ ഈ പാസേജ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ വേർഡ്സാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. when I became the owner in എന്നല്ല വരിക, ഓണർ ഓഫ് എ ടൈനി ലിറ്റിൽ പീസ് ഓഫ് ദിസ് വൈഡ് എർത്ത് എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇന്നല്ല അവിടെ ഓഫാണ് വരിക. ഐ ഫീൽ വെരി ഹാപ്പി എന്നല്ല അവിടെ വരിക, അവിടെ ഐ ഫെൽറ്റ് വെരി ഹാപ്പി. എന്താണ് കൂട്ടുകാരെ? ഐ ഫെൽറ്റ് വെരി ഹാപ്പി. ഇനി ഇറ്റ് വാസ് എ 2-acre പ്ലോട്ട് വിത്ത് കോക്കനട്ട് പാംസ്, അവിടെ എന്താണ്? അവിടെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇവിടെ ഐ സ്മോൾ ലെറ്റർ ആണ്, അപ്പോൾ ഐ ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. ഇറ്റ് വാസ് എ 2-acre പ്ലോട്ട് വിത്ത് കോക്കനട്ട് പാംസ് ആൻഡ് എ ഓൾഡ് ഹൗസ്. ഓൾഡ് ഹൗസ് അല്ല, അവിടെ വവ്വൽസിൽ പെട്ട ഓയാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ മുന്നേ നമ്മൾ ആന് വെക്കണം. ആൻ ഓൾഡ് ഹൗസ് വേർ ലിവ് കുഡ് വി എന്നല്ല വരിക, അത് തെറ്റാണ്. വേർ വി കുഡ് ലിവ് എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പാസേജ് എഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കി നോക്കാം. അടുത്ത ആക്ടിവിറ്റി 5 ആണ്, കോൺവേഴ്സേഷൻ ആണ്. ഇൻ ദ സ്റ്റോറി ക്ലെവർ കാല, ദ ഫാമർ എക്സ്പ്ലെയിൻസ് എവറിത്തിങ് ടു കാല ജസ്റ്റ് ആസ് ഇറ്റ് ഹാപ്പൻഡ്. The next day Kala went out with a basket full of ripe watermelons. Imagine that you met her in the street. അങ്ങനെയാണെങ്കിൽ write the conversation between you and Kala. അപ്പോൾ എന്താണ് നമ്മുടെ ക്ലെവർ കാല എന്ന് പറയുന്ന സ്റ്റോറിയിൽ എന്താണ്? ഈ ഫാമർ എല്ലാ കാര്യങ്ങളും കാലനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ. അപ്പോൾ നെക്സ്റ്റ് ഡേ എന്തുണ്ടായി? കാല ഒരു ബാസ്ക്കറ്റ് ഫുള്ള് റൈപ്പൻ ചെയ്ത വാട്ടർമെലോൺ എടുത്തിട്ട് പോവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇമാജിൻ ദാറ്റ് യു മെറ്റ് ഹർ ഇൻ ദ സ്ട്രീറ്റ്. അപ്പോൾ നിങ്ങൾ കാലേനെ സ്ട്രീറ്റിൽ വെച്ച് കണ്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങളും കാലയും തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷൻ എഴുതാനാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ പേര് ഇപ്പോൾ എന്തായാലും അനു, അമ്മു, നമ്മുടെ പേര് എന്താണെന്ന് വെച്ചാൽ അത് എഴുതാം. ഹലോ കാല, വേർ ആർ യു ഗോയിങ്? അപ്പോൾ നീ എങ്ങണ്ടാ പോകുന്നത് നമുക്ക് ചോദിക്കാം. അപ്പോൾ കാല പറയുന്നുണ്ട് എങ്ങണ്ടാണ്? ടു ദ മാർക്കറ്റ്. അപ്പോൾ ഇനി അനു എന്താ പറയുന്നത്? ആർ ദീസ് വാട്ടർമെലൻസ് ഫ്രം യുവർ ഫാം? അപ്പോൾ എന്താണ് ഈ മെലൻസ് ഒക്കെ നിൻ്റെ ഫാമിൽ നിന്ന് ഉണ്ടായതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാല പറയുന്നുണ്ട് ഷുവർ. അപ്പോൾ എന്താണ് ഷുവർ? തീർച്ചയായും എന്ന് പറയാണ്. അപ്പോൾ പിന്നെ അനു ചോദിക്കുകയാണ് വേർ ഈസ് യുവർ ഫാദർ? അപ്പോൾ നിൻ്റെ ഫാദർ എവിടെ? അപ്പോൾ കാല പറയുന്നുണ്ട് ഹീ ഈസ് അറ്റ് ഹോം ടുഡേ. ഐ ഗോ ടു മാർക്കറ്റ് ടു ടീച്ച് എ ഗ്രേഡി മാൻ എ ലെസൺ. അപ്പോൾ എന്താണ്? അച്ഛൻ വീട്ടിലുണ്ട്, ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ആ ഗ്രീഡി മാൻ ഒരു ലെസൺ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അനു എന്താ പറയുന്നത്? റിയലി? കാല ബി കെയർഫുൾ. അപ്പോൾ എന്താണ്? സൂക്ഷിച്ച് പോകുന്നൊക്കെ പറഞ്ഞിട്ട് കാല ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ കോൺവേഴ്സേഷൻ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.